ഓപ്പറേഷൻ നംകൂറും ഭൂട്ടാൻ എന്നുള്ള വാഹനക്കടത്തും. ഈ വണ്ടികളൊന്നും മമ്മൂക്ക അവിടെ പോയി എടുത്ത് പൃഥ്വിരാജ് ബോർഡർ കടത്തിയിട്ട് ദുൽഖർ സൽമാൻ ഓട്ടിച്ച് കേരളത്തിൽ കൊണ്ടുവന്ന് അതിനുശേഷം അമിത് പണം ഇറക്കിയ വണ്ടികളല്ല. ഈ വണ്ടികൾ എങ്ങനെ ഇവിടെ എത്തി? ഈ വണ്ടി എടുത്തവരാരും തെറ്റ് പറയാൻ നിങ്ങൾക്ക് പറ്റില്ല. കാരണം ഇവർ ഇന്ത്യൻ രജിസ്ട്രേഡ് വണ്ടിയാണ് എടുത്തത്. നിങ്ങൾ ഇതൊന്ന് കേട്ടോക്കും. കർണാടകയിൽ നിന്ന് NOC കിട്ടി കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ഒരു കേരള രജിസ്ട്രേഡ് വണ്ടി കർണാടകയിൽ നിന്ന് NOC കിട്ടിയ വണ്ടിയാണ്. ഇതിൽ കൂടുതൽ എന്ത് ചെക്ക് ചെയ്യാനാണ്? അപ്പോൾ ഗവൺമെന്റ് ഇഷ്യൂഡ് ഡോക്യുമെന്റ്സിന് യാതൊരു വിലയില്ലെന്നാണ് ഇതിൽ കാണിക്കുന്നത്. ഈ വിൻഡോ ടൈപ്പ് വണ്ടികളൊക്കെ 7-8 ഓണർ കഴിഞ്ഞായിരിക്കും വന്നത്. അത്രയും ഓണറിനെ തപ്പിപ്പിടിച്ച് വെരിഫൈ ചെയ്യാന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. ഇതിലേക്ക് കൂടുതൽ എന്ത് വെരിഫൈ ചെയ്യാനാണ്? എംപരിവാറിന്റെ സൈറ്റിൽ വരെ രജിസ്റ്റർ ചെയ്ത വണ്ടിയാണ്. ഇപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് സ്മഗിൾ ചെയ്ത വണ്ടിയാണെന്ന് പറയുന്നത്. ആ വണ്ടി ഇറക്കിയ പൈസ, ആ വണ്ടി രജിസ്റ്റർ ചെയ്ത പൈസ, ആ വണ്ടി മോഡിഫൈ ചെയ്ത പൈസ, നഷ്ടങ്ങൾ ആര് വഹിക്കണം? ഈ വണ്ടി എടുത്തവരോ ഇതൊന്നും നോക്കാതെ NOC ഒക്കെ കൊടുത്ത് ഇവിടെ രജിസ്റ്റർ ചെയ്യിപ്പിച്ച് കൊടുത്തവരോ? നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ ചോദ്യത്തിനും ഉത്തരവാണ് എൻ്റെ ഈ കൈ ഇരിക്കുന്നത്. സാധനം എടുക്കുക, വലിയുക, പിന്നെ വല്ലപ്പോഴും ഉള്ള ഒരു സ്റ്റാറ്റസ് സ്റ്റോറിയിൽ ഒതുക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. മീഡിയാസൊക്കെ ഈ ഒരു ഗ്യാപ്പ് മുതലെടുത്ത് അങ്ങ് ആഘോഷിക്കുകയാണ്. മനോരമ ന്യൂസൊക്കെ ഫസ്റ്റ് അടിച്ചു സെക്കൻഡ് അടിച്ചു കളികളിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. വണ്ടി പോയവനെ ആ വിഷമം അറിയാവൂ. അതിനിടെ ഈ ന്യൂസ് ഒന്ന് നോക്കും. ഗൂഗിൾ പോയി നോക്കാറിയാത്ത അമ്മമാരൊക്കെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറം വാർത്തകൾ കാണാൻ പറ്റും. ഈ വണ്ടിയുടെ വിലയൊക്കെ ജസ്റ്റ് ഒന്ന് ഗൂഗിളിലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിലോ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും.